ഗായ്സ്, നമ്മളെ രാവിലത്തെ സ്ഥിതിയാണിത്. നല്ല കാറ്റാണ്, കണ്ടോ? നല്ല കാറ്റ് തുടങ്ങി. നല്ല കാറ്റ് വെച്ചാൽ നല്ല കാറ്റ്. കണ്ടോ, ഒക്കെ പറന്ന് പോവാണ്. എന്താണ് എല്ലാവരും സ്ഥിതി? നാട്ടിലൊക്കെ അതേപോലെ കാറ്റാണോ? ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, കാറ്റല്ലേ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാനത് കൈയൊക്കെ നല്ലോണം പൊള്ളി. കണ്ടോ, 3 പേരെല്ലാം പൊള്ളി. അപ്പോൾ കാറ്റ് തുടങ്ങിയോണ്ട് നമുക്ക് രാവിലെ തന്നെ ഒന്ന് അടുപ്പിൽ തീ മൂട്ടാൻ പറ്റില്ല. ഫുള്ള് എന്താ പറയുക, തീയെല്ലാം കൂടി എങ്ങോട്ടോ പറന്നു പോകും, കാറ്റല്ലേ. അപ്പോൾ ഇനി ഇത് അടങ്ങുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും എന്താ പറയുക, നമ്മൾ അതൊക്കെ പറന്ന് പോകുന്നുണ്ട്. ഇവിടെ വിരിച്ചിട്ട സാധനങ്ങളൊക്കെ ഇത് കംപ്ലീറ്റ് പറന്ന് അച്ചതിക്കട്ടെ. നമ്മൾ ഡോറും കാര്യങ്ങളൊന്നും വെച്ചില്ലല്ലോ വീടിന്, കണ്ടോ, ഒന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ കാറ്റടിച്ചിട്ടേ എല്ലാ ചപ്പും ചവറൊക്കെ നമ്മളെ ഇങ്ങോട്ടേക്ക് പറക്കും. കാറ്റിൻ്റെ ഒരു സ്ഥിതി അതാണ്. പിന്നെ ഇത് മലയാണ്, കണ്ടോ. ഒരു 15 ഏക്കർ റബ്ബർ തോട്ടമാണ്. അതെല്ലാം കൂടി ഇപ്പം മുറിച്ചിട്ട് പകുതി ആയിരിക്കുന്നു. ഇവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. എന്താ എല്ലാവരുടെയും സ്ഥിതി? എന്താ നാട്ടിലൊക്കെ അതേപോലെ കാറ്റ് തുടങ്ങിയോ? അല്ലേ നമ്മൾ ഈ പ്രദേശത്ത് നമുക്ക് വയനാട് ഏരിയ, ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈ ഏരിയ കഴിഞ്ഞാൽ വയനാട് തുടങ്ങി. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണോ അല്ലെ എല്ലാവരുടെ നാട്ടിലേക്കും ഉണ്ട് അതുപോലെ കാറ്റ് ഒക്കെ പെറുക്കാൻ പോയി. ഞാൻ പെറുക്കിയില്ല, അമ്മ പെറുക്കി. ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ച് ഞാനത് പോയി പെറുക്കി വീട്ടിൽ കൊണ്ടുവച്ച്. കാറ്റ് തുടങ്ങിയാൽ പിന്നെ ഈ മടൽ ഉണങ്ങിയതൊക്കെ അങ്ങോട്ട് പോയല്ലോ. ഒരനക്കമുള്ള കോഴികളൊക്കെ ഇങ്ങനെ പായും. ഇപ്പോൾ കണ്ടോ, സൈലൻ്റാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. വണ്ടി ഇങ്ങനെ കണ്ടിട്ട് നമ്മളുതാണെന്ന് ആരും പറയരുത് കേട്ടോ. നമ്മളതല്ല, അത് അപ്പുറത്തെ വീട്ടിലുള്ളത്. നമ്മളെ വീട് കണ്ടോ, കാണുന്നതാണ് നമ്മളെ വീട്. കാണുന്നുണ്ടോ? ഇതാണ് വീട്. ദൂരത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ. പണി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവുമല്ലേ. അപ്പോൾ പണിയൊന്നും കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ കണ്ടില്ലേ എന്തൊരു സൈലൻ്റാണെന്നറിയോ. ഒരു 5 മിനിറ്റ് സൈലൻ്റായിട്ട് നിൽക്കുക, ഒരെല്ല പോലും അനങ്ങൂല. പക്ഷേങ്കിൽ അതിങ്ങോട്ട് കഴിഞ്ഞാലോ ഒരു 5 മിനിറ്റ് നല്ല ശക്തിയായിട്ടുള്ള കാറ്റടിക്കും. ഇങ്ങനെയാണ്. കാറ്റിനും ഉണ്ട് അതിൻ്റേതായൊക്കെ ഒരു ഇത്. അപ്പോൾ ചോറൊന്നും വെച്ചിട്ടില്ല. ചോറൊക്കെ വെക്കണമെങ്കിൽ ഈ കാറ്റൊന്നും അടങ്ങണം. ഇത് നമ്മളെ അനിയത്തിൻ്റെ ഫാമാട്ടോ, ചിക്കൻ ഫാം. കോഴി കുറേ പിടിച്ചതിന് ബാക്കി കുറച്ചും കൂടി ഉണ്ട്. നമ്മളെ വീടിൻ്റെ തൊട്ടിറക്ക് തന്നെയാണ് അവർ നടത്തുന്നത്. കണ്ടോ, അതാ കാണുന്നതാണ് നമ്മളെ വീട്. കണ്ടില്ലേ, അതിൻ്റെ നേരെ താഴെ തന്നെ അത് അവരെ സ്ഥലമാണ്. നമുക്കാകെ 5 സെൻറ്റ് സ്ഥലമുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ജീവിതമാർഗ്ഗമല്ലേ, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കാണുന്ന തോട്ടത്തിൽ നിന്നാണ് നമ്മൾ വിറകൊക്കെ ഉണ്ടാക്കൽ. ഇതിലെങ്ങനെ ആട്ട് ഞൂണ്ട് കയറി. ഇത് ഇപ്പോൾ ഫുള്ള് 15 ഏക്കർ ഒരു കമ്പിവേലിട്ടതാണ്. അപ്പം നമുക്ക് കയറാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഇത് അവിടെ കാണുന്നിടത്താണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ വഴി അതിലിങ്ങനെ വട്ടര മൂക്കടിച്ചോണം പോകണം. പക്ഷെ നമുക്ക് ഇതിലാട്ട് കയറിയാൽ ആവും. ഞങ്ങളതാക്കുന്ന അവിടെ കമ്പിവേലി കുറച്ച് പൊന്തിച്ച് വെച്ചത്, അതിൽ കൂടെ എന്നിട്ട് ഞൂണ്ട് കയറാലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെന്താ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ. പിന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിക്കും. പക്ഷേ ഈ ഫോൺ പിടിക്കാനും ഇതാക്കാനൊന്നും നമുക്ക് അതിൻ്റെ ഒരു എയിം കിട്ടുന്നില്ല. അപ്പോൾ അതൊന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ മാക്സിമം ആൾക്കാരെ നമ്മളെ വീഡിയോ ഇങ്ങനെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെന്താ വെച്ചാൽ ഒരേനാണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടാണ്. മക്കളെ കളിയും ഒച്ചപ്പാടുമായിട്ട് ബഹളം കൊണ്ട് ഞാൻ ഫോണും എടുത്ത് താഴോട്ടേക്ക് പോകണം. അതിൽ ഒച്ചപ്പാടൊന്നും നിൽക്കണ്ടേ. നമ്മളെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ. നമ്മളിങ്ങനെയൊക്കെ അല്ലേ. നമ്മൾ എന്താ പറയുക,
പ്ലാസ്റ്റിക്കിൻ്റെ ചോട്ടിൽ കയറിക്കോ. എനിക്കങ്ങനെ ചെറുപറാന്നിങ്ങനെ എന്തെന്നാ പറയേണ്ടതെന്നൊന്നും അറിയില്ല കേട്ടോ. എന്നാലും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം നമുക്കങ്ങനെ ഇങ്ങനെ സംസാരിച്ചിട്ടല്ലേ ശീലമുള്ളൂ. പക്ഷെ ആരെങ്കിലും ഒരാളിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ചെറുവാ പറയും കേട്ടോ. ഇതിപ്പോൾ ആരും പറയുന്നില്ലല്ലോ, ഫോണിൽ നോക്കി ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാമല്ലേ. അപ്പോൾ സംസാരത്തിനൊക്കെ ഒരു കുറവുകൾ വരുന്നത് അതുകൊണ്ടാണ്. നമുക്കെന്താ പറയുക, സംസാരിച്ചാൽ തികയൂല, നമ്മളങ്ങനെയാണല്ലോ. പിന്നെന്താ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ എന്താ? നമ്മളെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ. ഒന്ന് കാറ്റായതുകൊണ്ട് പണികളൊന്നും നടക്കില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. എന്താ പറയുക, ഒന്നാമത് നമ്മളെ വീടൊന്നും അടിച്ചുറപ്പാക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാറ്റടിക്കുമ്പോൾ കംപ്ലീറ്റ് പൊടിയും പടലങ്ങളും എല്ലാ കാറ്റുമൊക്കെ അകത്തേക്കാണ് കയറുക. അപ്പോൾ എല്ലാം അകത്തേക്ക് ഇങ്ങനെ പറക്കും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ക്ലീൻ വരെ ചെയ്യാൻ പറ്റില്ല. ഇനി അത് അടങ്ങിയിട്ടേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ക്ലീൻ വരെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനിപ്പോൾ ഈ ജനുവരി കുറച്ചുണ്ടാവും ഈ കാറ്റ്. ഡിസംബറൊക്കെ ആകുമ്പോൾ തുടങ്ങിയതാണ്. ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും നിൽക്കും. ഇതുവരെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ എന്തെല്ലാം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അതുവരെ നമ്മളെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം. പിന്നെ ലൈക്ക് ചെയ്യണം. സപ്പോർട്ട് എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.